ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് പോലെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഫൈസിക്കുട്ടീനെ ഞാൻ മദ്രസയിൽ കൊണ്ടാക്കി വന്ന സമയത്ത് ഫാദുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. സാധാരണ ആ ഒരു സമയത്ത് എഴുന്നേക്കാറില്ല കേട്ടോ, പക്ഷെ ഇന്ന് വന്നപ്പോൾ നല്ല കരച്ചിലായിരുന്നു എഴുന്നേറ്റിട്ട്. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അവളെ കൂടെ കിടന്നു. 7 മണി വരെ കിടന്നിട്ടുണ്ടായിരുന്നു. 7 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് അടുക്കളയിൽ കയറിയാലേ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയി കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ TV ഇട്ട് കൊടുത്തിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മാവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം. പിന്നെ തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചട്നി ഉണ്ട്, അതൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ തീ കത്തണുണ്ടായിരുന്നില്ല. പിന്നെ സമയം ഇങ്ങനെ വേഗം പോകട്ടോ. തീ കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. അടുപ്പിൻ്റെ അടുത്തുനിന്ന് നമുക്ക് വാറാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം ഇഡ്ഡലി ഗ്യാസിൽ വെച്ചു. ഗ്യാസിലാണെങ്കിൽ ഇഡ്ഡലി പെട്ടെന്ന് ആയി കിട്ടല്ലോ. അത് അടുപ്പത്ത് വെച്ച ശേഷം പിന്നെ ഇതാ പച്ചക്കറിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാണ്. കുമ്പളങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങ്, ചെറിയൊരു പീസ് ക്യാരറ്റും, പിന്നെ തക്കാളി, ചെറുള്ളി, പച്ചമുളക് ഇത്രയൊക്കെ ഇടണുള്ളൂ കേട്ടോ. വെണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറിൽ. അപ്പോഴത്തേക്കും ആള് TV ഒക്കെ കണ്ട് ബോറടിച്ചിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ സാമ്പാറിൽ അങ്ങനെ കഷ്ണങ്ങളൊന്നും അധികം ആർക്കും ഇഷ്ടമല്ല. ആർക്കും നല്ല എനിക്കിഷ്ടമാണ്. ഫാദുക്കുട്ടിക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം എന്താണാവല്ലോ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും കറി മാത്രം മതി. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല, ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതാ ഡോറാബുജി വെറുതെ അവിടെ ഒളിങ്ങോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കാണുന്നില്ല. ഞാൻ സൂര്യ മ്യൂസിക് വെക്കാന്ന് വിചാരിച്ചു. പാട്ട് ഇട്ടിട്ട് പണിയെടുക്കാമല്ലോ. പാട്ട് ഇട്ട് പണിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഉഷാറായിരിക്കുമല്ലോ. പൈസ വരുന്നവരെ ഉള്ളൂ കേട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൊച്ചു തീ വിട്ട് കഴിഞ്ഞാൽ മാറ്റാൻ സമ്മതിക്കില്ല. അപ്പോഴത്തേക്കും ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതാ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തീ കത്താത്തത് കൊണ്ട് തന്നെ ഞാൻ സ്കൂളിലേക്കും ഇഡ്ഡലിയാണ് കൊടുത്തുവിടാന്ന് വിചാരിക്കുന്നത്. കാരണം ഇനി തീ കത്തിച്ച് ചോറ് വേവാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും 8:30 ആവാനായിട്ടുണ്ട്. ഫൈസിക്കുട്ടി ഇപ്പോൾ വരും കേട്ടോ മദ്രസ വിട്ടിട്ട്. അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് 3-4 വട്ടം കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്. ഈ പരിപ്പിന് കുറച്ച് വേവ് കൂടുതലുണ്ട് കേട്ടോ. ചില സമയത്ത് വാങ്ങുന്ന പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓരോ ടൈപ്പ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ സാമ്പാർ വെക്കുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പരിപ്പ് കുതിർത്തെടുത്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും 2-3 പീസ് കുമ്പളങ്ങന്റെ പീസും ഒരു 2-3 പീസ് ക്യാരറ്റിന്റെ പീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു പരിപ്പും അതുപോലെ തന്നെ ഈ കിഴങ്ങുകളും കാര്യങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിന്റെ ഇടയിൽ TV ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാദുക്കുട്ടിനെ പോയി നോക്കിയപ്പോൾ ആളവിടെ റൂമിൽ പോയിട്ട് പൊതച്ച് മൂടി കിടന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ പനി ഉണ്ട് തോന്നുന്നുണ്ട്, അങ്ങനെ കിടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം വന്നു കേട്ടോ. ഇനി ഇതാ റൂമിൽ നിന്ന് തിരുമാനുള്ള തുണികളൊക്കെ എടുത്തിട്ട് പുറത്ത് വന്നു. ഈ ഒരു ജീവിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പറയട്ടെ. ഞാനിവിടെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞാനിതിന് തീവണ്ടി എന്നൊക്കെയാണ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ കാലുകളില്ല, അതുകൊണ്ട് അങ്ങനെ ഇതാ തിരുമ്പാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ ഒന്ന് സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാന്ന് വിചാരിച്ചു. അപ്പോൾ സോപ്പ് പൊടിയിലൊന്ന് ഇട്ട് വെച്ചാൽ പിന്നെ തിരുമ്പാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ഇന്ന് അത്യാവശ്യം വെയിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തിരുമ്പി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ അതാ പുറത്ത് വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഇങ്ങനെ വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് വെയിലുള്ള സമയത്ത് പുറത്ത് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പച്ചക്കറി ചെത്തിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് പച്ചക്കറീൻ്റെയൊക്കെ ചോട്ടിൽ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. തക്കാളീൻ്റെയും മുളകിൻ്റെയൊക്കെ തൈൻ്റെ ചോട്ടിൽ ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് തൈ ഉണ്ട് കേട്ടോ. മുളകൊക്കെ ഉണ്ട്, ഞാൻ നട്ടു വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലത്ത് എത്ര ഇട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല, കാരണം അതിങ്ങനെ അലിഞ്ഞിങ്ങനെ വരുമ്പോൾ വെള്ളമായി മാറും. അതുകൊണ്ട് വേനൽക്കാലത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു നനവൊക്കെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മഴക്കാലത്ത് അത്ര നല്ലതല്ല. പിന്നെ ഇപ്പോൾ മഴ കുറവാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതിന് കുറച്ച് ഭാഗം എടുത്ത് ഞാനൊന്ന് പേസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല.
ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള സാമ്പാറും പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളതിലേക്ക് ഇതാ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്ക മാത്രം പിന്നെ വാട്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഫസ്റ്റ് ഇടൂലല്ലോ, വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ലാസ്റ്റല്ലേ ഇടാം. അപ്പോൾ ബാക്കി നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളി പച്ചമുളകും ചെറുള്ളി വെളുത്തുള്ളി അതൊക്കെ പാടെ ഇട്ടിട്ട് ഞാൻ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുക്കർ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഞാൻ ഫൈസിനെ ഒന്ന് വാലവാടി എന്ന് പറയുന്നത് മദർസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈസിക്കൂട്ടിനെ കൂട്ടി വന്ന് സാമ്പാറും ഇഡ്ഡലിയൊക്കെ കൂട്ടിയതാണ് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ ഫാദുക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ, എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വേഗം തന്നെ ഓടി തിരുമ്പാൻ വേണ്ടി വന്നിട്ടോ. അല്ല, നേരത്തെ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒലുമ്പി വെക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഒലുമ്പി വെച്ചു. പിന്നെ നേരം വൈകിയതുകൊണ്ട് തന്നെ സാമ്പാർ കടുക് പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ കഴിച്ചപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ സാമ്പാർ ഒന്ന് തൂമിച്ച് കടുകൊക്കെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കുകയാണ്. ഇതിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും മാക്സിമം അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫാദുക്കുട്ടി ഉറങ്ങല്ലേ, വേഗം വരാലോ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബസ്സകത്ത് നിൽക്കുകയാണ്. എനിക്ക് ഫാദുക്കുട്ടി ഇല്ലാത്ത സമയത്ത് ഇതുപോലെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഇപ്പോൾ എഴുന്നേക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ അപ്പുറത്തെ അവരോട് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. കാരണം ഞാൻ ഒന്ന് നോക്കൊണ്ട് പറഞ്ഞിട്ട്, കാരണം ഞാൻ എന്തായാലും ആൾ സിറ്റൗട്ടിലേക്ക് വരും, അപ്പോൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്ന് നോക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫൈസിക്കുട്ടീൻ്റെ ബസ് വരുന്നുണ്ട്. ഇന്നലെ ലഞ്ചിന്റെ ബാഗ് സ്കൂൾ ബസ്സിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി ബസ്സിലത്തെ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടിയിട്ട് ഞാൻ വന്നു. ഫൈസിക്കുട്ടീനെ കയറ്റി വിട്ടിട്ട് വന്നപ്പോഴും ആള് നല്ല ഉറക്കമാണ് കേട്ടോ, എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയതായിട്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത് ഇന്നലത്തെയാണ് കേട്ടോ ലഞ്ച് ബാഗ് സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് കഴുകിയിടാൻ വേണ്ടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചെറിയൊരു വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 കേക്കും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് ടിങ് ടിങ് അലറ അടിക്കണോ ആൾ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളെ മക്കൾ എഴുന്നേറ്റ് വരും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ലാ പണി ഒരുക്കുന്ന സമയത്ത് അവർ ഉറങ്ങിയിരിക്കും, പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അവർ എഴുന്നേറ്റ് വരും. അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതാ അതിൻ്റെ എന്നൊക്കെ പിടിച്ച് വാങ്ങി അവൾ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു പീസ് തരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇല്ല എന്ന് പറയാൻ കേട്ടോ. കിട്ടണില്ലേ? അതൊക്കെ കഴിഞ്ഞു ഞാൻ മേലേക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ തുണികൾ തലേ ദിവസത്തേക്ക് ഒന്ന് ഉണക്കിയിടാനും പിന്നെ അതുപോലെ തന്നെ ചകിരിയൊക്കെ ഒന്ന് പരത്തിയിടാന്ന് വിചാരിച്ചു. ചാക്കിലാക്കി വെച്ചിട്ട് ഷീറ്റിട്ട് മൂടിക്കല്ലേ. അപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ മഴ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് പരത്തിയിടാന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. കത്തുന്നില്ല കേട്ടോ ചകിരി, ചെറിയ നനവുണ്ടെങ്കിൽ കത്തൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഉണക്കിയിടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയോ കാട്ടി കൂട്ടിട്ടുണ്ട്. എന്നോട് പാട്ട് പാടാൻ പറയാൻ കേട്ടോ, ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുണികളൊക്കെ മേലെ വിരിച്ചിട്ട് ചകരയൊക്കെ ഒന്ന് പരത്തി വന്നു. പിന്നെ ഞാൻ താഴത്ത് വന്നിട്ട് അടിച്ചു വരാതെ വിചാരിച്ചിട്ടോ. ഞാൻ സാധാരണ 10 മണിയാകുമ്പോഴത്തേക്കും വരെ ഫൈസിനെ കൊണ്ടാക്കുന്ന സമയപ്പോഴത്തേക്കും അടിക്കലും അതുപോലെ തന്നെ തിരുമ്പല്, ചോറുകറി വെക്കല് അങ്ങനത്തെ പണികളൊക്കെ തീർത്തിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ എന്തോ ചെയ്യാൻ പറ്റില്ല. എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ചോറല്ല അടിക്കലും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോകും. ബാക്കി നമുക്ക് മക്കൾ വരുന്ന വരെ നമുക്ക് ശരിക്കും റെസ്റ്റ് എടുക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വീഡിയോ എടുക്കുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ടൈമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളമ്മമാരുടെ പണികൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അതായത് നമ്മൾ രാവിലെ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണികൾ തീരൂല. കാരണം ഇവർ വരുന്നതിന് മുന്നേ തന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കാനോ കിടക്കാനോ ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മാക്സിമം നമ്മൾ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ അടിച്ചു വാരി കഴിയാനായപ്പോഴത്തേക്കും ഒരാൾക്ക് വിശക്കാന്ന് പറയാൻ തുടങ്ങി. കാരണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ.
അപ്പോൾ അതാ 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരാൾ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതാ ഒരു ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട്, വിറകൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂട് തട്ടിപ്പോൾ വേഗം കത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തീയൊക്കെ ഒന്ന് കത്തിച്ച് ഞാൻ കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും കൂടി കഴിക്കാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മാത്രമാണ് ചോറ് വെക്കുക, 1.5 ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഇക്കാക്ക് മാത്രം മതിയല്ലോ ഇനി. പിന്നെ വൈകുന്നേരത്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ചപ്പാത്തിയോ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ അതാ ഇരുന്ന് ഒരു 2-3 കായ എടുത്തിട്ട് ഉപ്പേരി വെക്കാനൊരു പൂതി കേട്ടോ. എനിക്ക് പച്ചക്കായ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ചിങ്ങനെ വെള്ളം പോലെ ആയിട്ട് കുഴഞ്ഞ പോലെ ഉണ്ടാവില്ല, നല്ല ചൂടോടെ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, തൂമിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ കൊണ്ടതാണ് കേട്ടോ ഈ ഒരു വാഴക്കൊല. പക്ഷെ പെട്ടെന്ന് തന്നെ പഴുക്കാൻ തുടങ്ങി, നല്ല മൂത്താൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഉപ്പേരി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും എല്ലാം പഴുക്കും. അപ്പോൾ ഒക്കെ പാട് പഴുത്ത് കഴിഞ്ഞാലും ഇവർ കഴിക്കൂല കേട്ടോ. ഒരു 2 ദിവസമൊക്കെ പഴംപൊരിയോ പഴം വറുത്ത് കൊടുത്തിട്ടോ ആണെന്നുണ്ടെങ്കിൽ കഴിക്കും, പിന്നെ കഴിക്കൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറ് വെന്ത ശേഷം അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ അതാ വേഗം ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 ദിവസമായി തുടച്ചിട്ട്. അപ്പം ഇന്ന് എന്തായാലും തുടക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി ഒന്നും തുടക്കാറില്ല, കാരണം മക്കൾ സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചവിട്ടി ചെളിയാക്കാന്ന് പറഞ്ഞില്ല. ശനി ഞായറൊക്കെ നല്ലോണം നാശമാവും കേട്ടോ. ശനി ഞായറൊക്കെ രാത്രി എന്തായാലും തുടച്ചിട്ടേ കിടക്കാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കാലിലൊക്കെ തന്നെ ഒട്ടും കേട്ടോ. കാരണം ഇവർ ഓരോ തിന്നാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇവർ കളയും കേട്ടോ. അങ്ങനെ തുടക്കണതിൻ്റെ ഇടയിൽ ഇതാ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് പോയി നോക്കി.